ഒട്ടേറെ വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായതാണ് ഹണി റോസ്. ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെയാണ് ഹണി മലയാളികളുടെ ഹൃദയം കവർന്നത്. 15 വർഷത്തിലേറെയായി അഭിനയ രംഗത്ത് തുടരുന്ന ഹണി മെഗാസ്റ്റാറുകൾക്കൊപ്പം വരെയും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും വേരുറപ്പിച്ച നടി അമ്മയുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ്. 14 വയസ്സിൽ അഭിനയ ജീവിതം ആരംഭിച്ച നടി 29 വയസ്സായപ്പോഴേക്കും തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങിയിട്ടുണ്ട്. നടിയുടെ വിശേഷങ്ങളിലൂടെ. തൊടുപുഴയ്ക്കടുത്ത മൂലമറ്റത്തെ ഒരു സീറോ മലബാർ ഓർത്തഡോക്സ് കുടുംബത്തിൽ വർക്കി റോസ്ലി ദമ്പതികളുടെ മകളായിട്ടാണ് ഹണി റോസ് ജനിക്കുന്നത്. മൂലമറ്റം SHEM ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഹണി ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത്. 2005 പുറത്തിറങ്ങിയ ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ ഹണി അരങ്ങേറ്റം കുറിച്ചത്. 14 വയസ്സിൽ ആണ് മണിക്കുട്ടന്റെ നായികയായി നടി എത്തിയത്. എന്നാൽ 2012 പുറത്തിറങ്ങിയ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിലൂടെയാണ് കരിയർ ബ്രേക്ക് എന്ന് പറയാവുന്ന ഒരു മാറ്റമുണ്ടായത്. 2011 റോസ് ഒരു തമിഴ് പ്രൊജക്ട് പൂർത്തിയാക്കി. മമ്മൂട്ടിക്കൊപ്പം ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, സുരേഷ് ഗോപിക്കൊപ്പം മൈ ഗോഡ്, ഇത്തിമാണി മെയ്ഡ് ഇൻ ചൈന, മോഹൻലാലിനൊപ്പം ബിഗ് ബ്രദർ, ജയറാമിനൊപ്പം സർ CP, ദിലീപിനൊപ്പം റിംഗ് മാസ്റ്റർ തുടങ്ങി ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹണി റോസ് സുന്ദർ സിയും ജയും അഭിനയിച്ച പട്ടാമ്പൂച്ചി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലേക്ക് 2022 തിരിച്ചെത്തി. തുടർന്ന് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മോൺസ്റ്ററിൽ അഭിനയിച്ചു. 2023 നന്ദമൂരി ബാലകൃഷ്ണ അഭിനയിച്ച വീരസിംഹ റെഡ്ഡി എന്ന തെലുങ്ക് സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലുങ്ക് സിനിമയിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തി. സ്വന്തം പേരിൽ ഒരു ബ്രാൻഡ് ഇറക്കിക്കൊണ്ടും ഹണി വിജയം നേടിയെടുത്തിട്ടുണ്ട്. രാമച്ചം കൊണ്ട് നിർമ്മിക്കുന്ന ആയുർവേദിക് സ്ക്രബ് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് നടി ബിസിനസ്സിലേക്ക് ചുവടുവെച്ചത്. സ്വന്തമായി ബിസിനസ് എന്ന ലക്ഷ്യം പൂർത്തിയാക്കുന്നതോടൊപ്പം കുറച്ച് വീട്ടമ്മമാർക്ക് ജോലിയും നൽകുന്നുണ്ട് താരം. 20 പേരുമായി തുടങ്ങിയ ആ യൂണിറ്റിൽ ഇന്ന് 100-ലേറെ പേരുണ്ട്. കരിയറിന്റെ ഗ്രാഫ് സ്വയം ഉയർത്തിയ ചുരുക്കം ചില നടിമാരിൽ ഒരാൾ ആണ് ഹണി. ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നും സിനിമയോടൊപ്പം നിൽക്കണം എന്നാണ് ഹണിയുടെ പോളിസി. 2025 ജനുവരിയിൽ വ്യവസായിയും ചെമ്മണ്ണൂർ ഗ്രൂപ്പ് CEOയുമായ ബോബി ചെമ്മണ്ണൂരിനെതിരെ തനിക്കെതിരെ നടന്ന വ്യക്തിഹത്യയ്ക്ക് കേസ് ഫയൽ ചെയ്തു. ഇത് ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിലേക്ക് നയിച്ചു. താരസംഘടനയായ അമ്മയും താരലോകവും ഒന്നടങ്കം ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്.